2025 ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തൂത്തുവാരലിന്റെയും ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശക്തമായ കൂട്ടുകെട്ടിന്റെയും പേരിലായിരിക്കും ഓർമ്മിപ്പിക്കപ്പെടുക. അതോടൊപ്പം സോഷ്യലിസ്റ്റ് ഇതിഹാസങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഒരു യുവ നേതാവ് സംസ്ഥാനത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ സമയമായിട്ടും ഇത് അടയാളപ്പെടുത്തും. പ്രമുഖർ നിറഞ്ഞ ഇന്ത്യയിൽ 29 മണ്ഡലങ്ങൾ ലഭിക്കാൻ കനത്ത വിലപേശൽ നടത്തിയ ലോക് ജനശക്തി പാർട്ടിക്ക് പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ 22 സീറ്റുകളിൽ മുന്നിലെത്തിയതാണ് കഴിവ് തെളിയിച്ചിരിക്കുന്നത്. അതങ്ങ് അത്ര ചെറുതല്ലാത്ത നേട്ടം തന്നെയാണ്. കാരണം ചിരാഗിന്റെ വിജയത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ഏറെ നെഞ്ചെടുപ്പുള്ള മറ്റൊരാളുണ്ട്. അത് നിതീഷ് കുമാർ എന്ന ആജീവനകാല മുഖ്യമന്ത്രിക്കാണ്. കാരണം LJPയും ജെഡിയുവും തമ്മിലുള്ള തർക്കങ്ങൾ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തുടനീളവും മുഴങ്ങിക്കേട്ടത്. LJPക്ക് കിട്ടുന്ന ഈ പരിഗണന ജെഡിയുവിന് അത്രയ്ക്ക് കണ്ട് പിടിച്ചിരുന്നില്ല. പല പൊതുപരിപാടികളിലും എത്താതെ ഒഴിഞ്ഞുമാറി തന്റെ അനിഷ്ടം നിതീഷ് കുമാർ ഒളിഞ്ഞും തെളിഞ്ഞും അറിയിച്ചു. LJPക്ക് എത്ര സീറ്റ് അധികാരം കൊടുത്താലും കല്ലുകടി നടത്താൻ നിതീഷ് മറന്നതേയില്ല. അപ്പോഴാണ് ഫലം വരുമ്പോൾ നിതീഷിന്റെ ജെഡിയുവിനും മോദിയുടെ BJPക്കും അപ്പുറം ഒരു വലിയ മരമായിട്ട് ചിരാഗ് പസ്വാന്റെ LJPയുടെ വളർച്ച. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 സീറ്റുകളിലും LJP വിജയിച്ചതിന് പിന്നാലെയാണ് ഈ നേട്ടം എന്നത് ചിരാഗിന്റെ രാഷ്ട്രീയ മൂലധനം വർദ്ധിപ്പിക്കും. അത് അത്രയ്ക്ക് ജെഡിയുവിന് സഹിച്ചിട്ടില്ല. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക് ജനശക്തി പാർട്ടി ഏതാണ്ട് എഴുതിത്തള്ളപ്പെട്ടിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. 2020 നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അന്നത്തെ അവിഭക്ത LJP തനിച്ച് മത്സരിച്ചത്. നിതീഷ് കുമാറിനോടുള്ള എതിർപ്പിന്റെ പേരിൽ മുന്നണി വിട്ടുവെങ്കിലും NDAയുടെ ഭാഗമായ ജെഡിയുവിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ ആളുകളെ നിർത്തി മത്സരിപ്പിച്ചാണ് ചിരാഗ് തന്റെ പ്രതികാരം തീർത്തത്. ആ തെരഞ്ഞെടുപ്പിൽ ജെഡിയു ദയനീയമായി പിന്നോട്ടു പോവുകയും BJP മുന്നണിയിലെ വലിയ കക്ഷിയാവുകയും ചെയ്തു. 130-ലധികം സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ഒന്നിൽ മാത്രമാണ് ചിരാഗിന്റെ പാർട്ടിക്ക് വിജയിക്കാനായത്. ഇനി നിതീഷിനുള്ള വെല്ലുവിളി എന്താണെന്ന് പറയാം. വയസ്സൻ മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ മടുപ്പ് അത് BJP ആയുധമാക്കാതിരിക്കില്ല. മാത്രവുമല്ല, തിരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് ഇന്ത്യയിൽ ഉദയം കൊണ്ട തർക്കം തീർക്കാനെത്തിയ അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ MLA-മാർ ആർക്കാണുള്ളത്, അവർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന്. 101 സീറ്റുകൾ വീതം പങ്കുവെച്ചുകൊണ്ടാണ് BJPയും ജെഡിയുവും മത്സരത്തിന് ഇറങ്ങിയത്. അതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മാറിയത് BJPയാണ്. ചിരാഗിന്റെ LJP നേടിയത് 22. ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി കൂടി ഒന്നിച്ചാൽ 85 സീറ്റ് മാത്രം നേടിയ ജെഡിയുവിനെ നിഷ്പ്രയാസം താഴെയിടാവുന്നതേയുള്ളൂ. വിജയമുണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ പ്രധാന കക്ഷികളെ BJPയും ജെഡിയുവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ കൂടുതൽ LJPക്ക് വിട്ടുനൽകാൻ വിമുഖത കാണിച്ചത് വലിയ കല്ലുകടിയാണ് അന്ന് ഉണ്ടാക്കിയത്. തുടർന്ന് ചിരാഗ് പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയുമായി ചർച്ചകൾ നടത്തിയെന്നും സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഒടുവിൽ ഭരണസഖ്യത്തിൽ നിന്നും 29 മണ്ഡലങ്ങൾ നേടിയെടുത്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി താൻ അവകാശവാദം ഉന്നയിക്കുമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് ചിരാഗ് സൂചന നൽകിയിരുന്നു. നിതീഷ് കുമാർ തന്നെ 10ാം തവണയും മുഖ്യമന്ത്രിയെന്ന് അച്ചടിച്ചു വന്നെങ്കിലും ഏതു നിമിഷവും കാര്യങ്ങൾ തകിടം മറിയാം. എപ്പോഴാണ് BJP ചവിട്ടി മൂലക്കിരുത്തുന്നത് എന്ന് അറിയില്ല.